എക്സ്ക്ലൂസീവ്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നോട്ടപ്പുള്ളികളായി മുൻമന്ത്രി കെ ബാബുവിന് പുറമെ 20 UDF നേതാക്കൾ. മുൻമന്ത്രിമാർ, MLA മാർ എന്നിവരെ കൂടാതെ ചില മുൻമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. UDF ഭരണകാലത്ത് ആരോപണ വിധേയരായവരടക്കം ഉന്നതരുടെ സ്വത്തുവിവരങ്ങൾ ഓണത്തിനു മുൻപ് പൂർണ്ണമായി ശേഖരിക്കാനാണ് വിജിലൻസ് തീരുമാനം. ഇതു സംബന്ധിച്ച രഹസ്യാന്വേഷണത്തിന് ജില്ലാ വിജിലൻസ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. മുൻമന്ത്രിമാരും നേതാക്കളും അന്വേഷണ പട്ടികയിലുണ്ട്. മുൻമന്ത്രിമാരായ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, CN ബാലകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആര്യാടൻ മുഹമ്മദ്, PK ജയലക്ഷ്മി, AP അനിൽകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുൾ റബ്ബ്, VK ഇബ്രാഹിം കുഞ്ഞ്, മഞ്ഞളാംകുഴി അലി, MK മുനീർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, KP മോഹനൻ, KM മാണി, PJ ജോസഫ്, കോൺഗ്രസ് MLA മാരായ ബെന്നി ബെഹനാൻ, PC വിഷ്ണുനാഥ് എന്നിവരും വിജിലൻസ് അന്വേഷണ പരിധിയിൽപ്പെട്ടിട്ടുണ്ട്. ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മുൻ മന്ത്രിമാരെക്കാൾ സ്വത്ത് സമ്പാദിച്ചെന്നാണ് രഹസ്യവിവരം. സോളാർ കേസിൽ സരിദാസ് നായരും ബിജു രാധാകൃഷ്ണനും ഉന്നയിച്ച പ്രകാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു എന്നും പ്രത്യേകം അന്വേഷിക്കും. ഓണത്തിനു ശേഷം ചേരുന്ന വിജിലൻസ് ഉന്നതതല യോഗത്തിൽ പ്രാഥമിക അന്വേഷണം അടക്കമുള്ള തുടർ നടപടികൾ തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്. SNDP നേതാവും വെള്ളാപ്പള്ളിയുടെ അടുപ്പക്കാരനുമായ KM സന്തോഷ് കുമാർ അറസ്റ്റിൽ. SNDP യൂണിയന് വേണ്ടി ഭൂമി വാങ്ങിയതിൽ 1.5 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. മുൻ സർക്കാരിന്റെ കാലത്ത് പോലീസ് എഴുതിത്തള്ളാൻ തീരുമാനിച്ച കേസാണിത്. സന്തോഷ് കുമാർ SNDP മീനച്ചിൽ യൂണിയൻ പ്രസിഡന്റായിരിക്കെ യൂണിയന് വേണ്ടി നടത്തിയ ഭൂമി ഇടപാടിൽ കോടികൾ വെട്ടിച്ചു എന്നായിരുന്നു പരാതി. 20 ഏക്കർ ഭൂമി വാങ്ങിയതിന് 3 കോടി നൽകിയതായി യൂണിയൻ അക്കൗണ്ടിൽ ചിലവെഴുതി. എന്നാൽ 8 ഏക്കർ മാത്രമാണ് വാങ്ങിയത്. 3 കോടിയിൽ 1,36 ലക്ഷം മാത്രമാണ് ഉടമയ്ക്ക് നൽകിയത്. ബാക്കി 1,63 ലക്ഷം രൂപ മറ്റു പലരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. SNDP താലൂക്ക് യൂണിയന്റെ അന്നത്തെ പ്രസിഡന്റ്, യൂണിയൻ ഓഫീസിലെ അന്നത്തെ ജീവനക്കാർ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു പണമെത്തിയത്. ഇവരെ ചോദ്യം ചെയ്ത് പോലീസിന് ലഭിച്ച മൊഴിയാണ് നിർണായകമായത്. തങ്ങൾക്ക് ലഭിച്ച പണം സന്തോഷ് കുമാറിന് കൈമാറിയെന്നായിരുന്നു ഇവരുടെ മൊഴി. ഇതോടെ ഇടപാടിൽ വൻ തട്ടിപ്പ് നടന്നുവെന്ന് വ്യക്തമായി. പാലാ DYSP വിനോദ് കുമാറിനാണ് അന്വേഷണ ചുമതല. ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 4 പേരുടെ പേരിലുള്ള 20 ഏക്കർ വസ്തു വാങ്ങിക്കാൻ എഗ്രിമെന്റ് ചെയ്യുന്നു. ആദ്യമേ ടോമി സെബാസ്റ്റ്യനെ ഇടനിലക്കാരന് 2 കോടിക്ക് എഴുതുന്നു. 20 ഏക്കർ 2 കോടിക്ക് ടോമി സെബാസ്റ്റ്യനുമായിട്ട് എഴുതുന്നു. 47 ദിവസം കഴിഞ്ഞപ്പം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഈ ടോമി സെബാസ്റ്റ്യനുമായിട്ട് ഇടനിലക്കാരനുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നു 3 കോടിക്ക്. 2 കോടിയുടെ വസ്തു 47 ദിവസം കഴിഞ്ഞപ്പോൾ 3 കോടി രൂപയ്ക്ക് വാങ്ങിക്കുന്നതായിട്ട് രേഖയുണ്ടാക്കി. ഈ സന്തോഷിന്റെ കാലയളവ് 2011 തൊട്ട് 2012 വരെയുള്ള കാലയളവിൽ 3 കോടി രൂപ ടോമി സെബാസ്റ്റ്യന് കൊടുത്തതായിട്ട് രേഖയുണ്ട്. SNDP മുൻ ഡയറക്ടർ ബോർഡ് അംഗം പുലിയന്നൂർ KI ഗോപാലനായിരുന്നു പരാതിക്കാരൻ. മുൻ സർക്കാരിന്റെ കാലത്ത് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അന്ന് കേസ് എഴുതി തള്ളാനായിരുന്നു പോലീസ് തീരുമാനം. KM മാണിയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള സന്തോഷ് കുമാർ വെള്ളാപ്പള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് അറിയപ്പെടുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ സന്തോഷ് കുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകളിലേക്ക്. ലാൻഡിങ്ങിനിടെ തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം കത്തിയമർന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UAE ഫെഡറൽ വ്യോമയാന അതോറിറ്റി പുറത്തുവിട്ടു. പെട്ടെന്ന് സംഭവിച്ച കാറ്റിന്റെ തീവ്രതയിലും ഗതിമാറ്റത്തിലും വിമാനം ആടി ഉലഞ്ഞതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് റിപ്പോർട്ട്. ലാൻഡിംഗിന്റെ ഭാഗമായി ചക്രങ്ങൾ റൺവേയിൽ തൊട്ടെങ്കിലും അപകട സാധ്യത മുന്നിൽ കണ്ട് പൈലറ്റ് വിമാനം പെട്ടെന്ന് ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ചക്രങ്ങൾ ഉള്ളിലേക്ക് കയറിയെങ്കിലും വീണ്ടും ഉയരാനുള്ള ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വിമാനം ശക്തമായി നിലത്തിടിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എയർക്രാഫ്റ്റ് കമാൻഡറും മുതിർന്ന ജീവനക്കാരുമാണ് ഏറ്റവും ഒടുവിൽ വിമാനത്തിൽ നിന്നിറങ്ങിയത്. തീപിടിച്ചയുടൻ വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്തിനകത്ത് കനത്ത പുക നിറഞ്ഞപ്പോൾ എമർജൻസി എക്സിറ്റ് കാഴ്ചയിൽ നിന്നും മറഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഉടൻ ജീവനക്കാർ എമർജൻസി എക്സിറ്റ് തുറക്കുകയും യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്തു. ജീവനക്കാരിൽ ഒരാൾ കനത്ത പുക ശ്വസിച്ച് അവശനിലയിലായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നൽകി. പൊട്ടിത്തെറിയിൽ അകപ്പെട്ടാണ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ ജാസിം ഈസ അൽ വലൂഷി മരിച്ചത്. ജാസിമിന്റെ ധീര നടപടിയാണ് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത്. അപകട സമയം കനത്ത പൊടിക്കാറ്റും വീശിയിരുന്നു. ഇതുകാരണം 4 കിലോമീറ്റർ മാത്രമായിരുന്നു ദൂരക്കാഴ്ച. ഇത് സംബന്ധമായി എയർ ട്രാഫിക് മാനേജർ കീഴുദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ കാറ്റിന്റെ ഗതി മാറ്റമുണ്ടാകുമെന്നും UAEയിലെ വിവിധ വിമാനത്താവളങ്ങൾക്കും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അന്നു രാവിലെ മുന്നറിയിപ്പും നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 3-ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള എമിറേറ്റ്സ് EK 521 വിമാനം ദുബായ് റൺവേയിൽ ഇടിച്ചിറങ്ങി തീപിടിക്കുകയായിരുന്നു. എന്നാൽ രക്ഷാദൌത്യത്തിനിടെ എയർപോർട്ട് സിവിൽ ഡിഫൻസിലെ ഉദ്യോഗസ്ഥനായ ജാസിം ഈസ അൽ ബലൂഷി മരിക്കുകയും 13 യാത്രക്കാർക്ക് നിസ്സാര പരുക്കേൽക്കുകയും ചെയ്തു. യാത്രക്കാരുടെ ബാഗേജുകളും വിലപിടിപ്പുള്ള രേഖകളും നഷ്ടപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. ഓണക്കാഴ്ചകൾ. ഓണമെത്തിയതോടെ തലസ്ഥാനത്ത് കൈത്തറി മേളകൾ സജീവമായി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത നെയ്ത്തു സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മേളകളിൽ സുലഭമാണ്. കുറഞ്ഞ നിരക്കിൽ ഇവ വാങ്ങാനായി ഒട്ടേറെ പേരാണ് മേളകളിൽ എത്തുന്നത്. കേരളത്തിന്റെ തനതു വസ്ത്രങ്ങൾക്ക് പ്രിയമേറുന്ന ഓണക്കാലത്ത് അവയുടെ വിപുലമായ ശേഖരവുമായാണ് കൈത്തറി മേളകൾ സജീവമാകുന്നത്.
ധോത്തി, ഷർട്ട്, സാരി, ബെഡ്ഷീറ്റ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും മേളകളിൽ സുലഭമാണ്. ബാലരാമപുരം, തൃശൂർ, കണ്ണൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നുള്ള കൈത്തറി സംഘങ്ങളാണ് മേളയിൽ അണിനിരന്നിരിക്കുന്നത്. നമ്മൾ മെഷീനിൽ നെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഏഴായിരം കൂടുതലായിരിക്കും. കൈത്തറി ആൾറെഡി നനഞ്ഞു വരുന്നതാണ്. അപ്പോൾ പിന്നീട് അത് വെള്ളത്തിൽ വെച്ച് നമ്മൾ അലക്കുമ്പോൾ തന്നെയും അത് അധികം ചുരുക്കം വരത്തില്ല. ഓണക്കാലമാണ് കൂടുതൽ വിൽപ്പന. ഓണം, വിഷു, ക്രിസ്മസ് എന്നിവിടങ്ങളിലാണ് വിൽപ്പന നടക്കാറ്. ഓണക്കാലത്തെ 20% റിബേറ്റോടെ 300 രൂപ മുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ലഭിക്കും. കുറഞ്ഞ നിരക്കിൽ ഇവ വാങ്ങാനായി ഒട്ടേറെ പേരാണ് ഓരോ കൈത്തറി മേളകളിലും എത്തുന്നത്. തിരുവനന്തപുരത്ത് VJT ഹാൾ, ഹാൻഡെക്സ്, ഹാൻഡ്വീവ് തുടങ്ങിയവിടങ്ങളിൽ കൈത്തറി മേളകൾ നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.